ക്രിസ്ത്യാനോ റൊണാൾഡോ പറ്റി ചോദിച്ചിട്ടില്ല, എന്തായാലും ചോദിക്കണം. എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഭയങ്കരമായിട്ട് എന്താ പറയുക തഴയപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ ടീമിൽ? എന്താണ് പറയുന്ന കാര്യം? പല കാരണങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അണ്ടർ പെർഫോമിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 മാച്ചുകളിൽ കഴിഞ്ഞൊരു 10-11 ഇൻ്റർനാഷണൽ മാച്ചുകളിൽ അദ്ദേഹം ആകെ സ്കോർ ചെയ്തിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞ മാച്ചിൽ 2 ഗോളുകളാണ്. അതല്ലാതെ അദ്ദേഹത്തിന് നല്ലൊരു ക്ലാസി പെർഫോമൻസ് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അദ്ദേഹത്തെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർഡം അക്സെപ്റ്റ് ചെയ്യാത്ത പ്ലെയേഴ്സ് പലപ്പോഴും അതേ ടീമിൽ തന്നെ ഉണ്ട്. മീൻസ് ആ ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റ്. ഇപ്പം ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനിയൻ ടീമിൽ ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അർജൻറ്റീനിയൻ ടീം ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു വിവാദമായി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അർജൻറ്റീനിയൻ ടീമിലെ ഒരു നെടുന്തൂണെന്ന് പറയാൻ കഴിയുന്ന, അർജൻറ്റീനയിൽ നിന്ന് മെസ്സി ഒഴിവാക്കിയുള്ള അർജൻറ്റീന എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമതൊന്ന് ഒരു ചിന്തിക്കേണ്ടി വരും. അവർ ജയിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് അടുത്ത റിസൾട്ട് എന്തായിരിക്കും. മെസ്സി ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഉറപ്പാണ് ജയിക്കും എന്നുള്ളത്. പക്ഷേ അതേ വിശ്വാസം ഡെഫിനറ്റ്ലി നമുക്ക് പോർച്ചുഗലിൻ്റെ കാര്യത്തിലില്ല. കാരണം പോർച്ചുഗലിൽ റൊണാൾഡോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ജയിക്കാൻ തക്കവണ്ണമുള്ള വളരെ ക്വാളിഫൈഡായ കിടിലൻ യൂറോപ്യൻ ഗെയിമുകളിലടക്കം കളിക്കുന്ന, ലീഗുകളിലടക്കം കളിക്കുന്ന നല്ല പ്ലെയേഴ്സുണ്ട്. അവരുടെ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് തന്നെ വളരെ സ്ട്രെങ്തൻഡാണ്. അപ്പം റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒഴിവാക്കി നിർത്തിയാൽ പോലും ജയിക്കാൻ കഴിയുന്നൊരു സ്റ്റേറ്റിലേക്ക് പോർച്ചുഗൽ ഇന്ന് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ റൊണാൾഡോ അണ്ടർ പെർഫോമിംഗ് ആവുന്ന മത്സരത്തിൽ പോർച്ചുഗലിന് അത് തിരിച്ചടി കൂടിയാവുന്നുണ്ട്. അതായത് റൊണാൾഡോ കളിക്കുന്ന ഗെയിമുകളിൽ അവർ സ്കോർ ചെയ്യുന്ന ഗോളിൻ്റെ പെർസെൻറ്റേജ് ഏതാണ്ട് 1.9 ആണ്. ആൻഡ് റൊണാൾഡോ കളിക്കാത്ത ഗെയിമുകളിൽ പോർച്ചുഗൽ അടിക്കുന്ന ഗോളുകളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2.8 ആണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്, വളരെ വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലായ വളരെ കൃത്യമായ കണക്കാണ്. അല്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവർക്ക് ശരിക്കും ഒരു ഭാരമാണോ? കാരണം മറ്റുള്ള പ്ലെയേഴ്സിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഭാരമായിട്ടാണോ തോന്നുന്നത്? അതിപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ച് അല്ല, അവർക്കിപ്പോൾ ടീമിന് വേണ്ടിയാണ്. നിങ്ങൾ ടീമിന് വേണ്ടി കളിക്കൂ, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പേഴ്സണിന് വേണ്ടി കളിക്കാതെ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി കളിക്കൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ പോർച്ചുഗൽ കളി വരുന്ന സമയത്ത് അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കോച്ച് ഓൾറെഡി മാറ്റി നിർത്താൻ പറ്റയില്ലല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ? തീർച്ചയായിട്ടും അണ്ടർ പെർഫോമിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല കളിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടി അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ പ്രീവിയസ് സീസൺ IPL MS ധോണിയുടെ പെർഫോമൻസാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് മാക്സിമം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി മിൽക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ ടൂർണമെൻറ്റിൽ കളിപ്പിക്കുക, 5-ാമതും 6-ാമതും 7-ാമതും 8-ാമതും ഒക്കെ ഇറക്കി വിട്ട് കളിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരെ പോയി, അണ്ടർ പെർഫോമിംഗ് ആയിട്ട് കൂടി. അപ്പോൾ അത് ബേസിക്കലി ചെയ്യുന്നത് ആ ഒരു രാജ്യത്തോടും അതുപോലെ തന്നെ ആ ഒരു ടീമിനോടും ചെയ്യുന്നൊരു മോശം കാര്യമായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഇത് റൊണാൾഡോ എന്ന് പറയുന്ന ഒരു പ്ലെയറോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല. പക്ഷേ അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ്. അതിപ്പോൾ മെസ്സി ആണെങ്കിലും നെയ്മർ ആണെങ്കിലും അണ്ടർ പെർഫോമിംഗ് ആണെന്നുണ്ടെങ്കിലും മാറ്റി നിർത്തുക. ഈ കഴിഞ്ഞ മത്സരത്തിൽ നെയ്മറെ കളിപ്പിച്ചില്ല, അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിക്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് കാർലോ ആൻസലോട്ടി നെയ്മറെ കളിപ്പിച്ചില്ല. സോ ആ ഒരു കറേജ് പോർച്ചുഗലിൽ ആ ഒരു പരിശീലകന് ഡെഫിനറ്റ്ലി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പോർച്ചുഗൽ എന്നുള്ള രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു മനുഷ്യൻ ആണെന്നുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇപ്പോഴും റൊണാൾഡോനെ ആ ഒരു റെസ്പെക്ട് വെച്ചിട്ടാണ് കളിപ്പിക്കുന്നത്. തീർച്ചയായും ഞാനതാ പറഞ്ഞത്, കളിപ്പിക്കരുത് ഡെഫിനറ്റ്ലി. പക്ഷേ ആ ഒരു രാജ്യത്തിന് ഈ ഒരു ഐഡൻറ്റിറ്റി ഇന്ന് പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ മുഖമാണ്. കാരണം ആ രാജ്യത്തിന് വേണ്ടി അതിനും മാത്രം സംഭാവനകൾ ആ ഒരു താരം ചെയ്തിട്ടുണ്ട്. അതിപ്പം ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു രാജ്യത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ചുമലിലേറിയാണ് എന്താ പറയുക പോർച്ചുഗലിൽ ഈ ഒരു വലിയ സ്റ്റേജിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ഇന്ന് കാണുന്ന ലെവലിലേക്ക് അവർ പുരോഗമിച്ചത് അദ്ദേഹത്തെ വിറ്റ് കാശാക്കിയതിന് ശേഷം തന്നെയാണ് പോർച്ചുഗൽ ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ലെവലിലൊരു ലെജൻഡറി മനുഷ്യനാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ചുമലിലേറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർച്ചുഗലിന് ഇപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മറഡോണ ഉണ്ടായിരുന്നു, അതിന് മുൻപ് മറ്റ് കളിക്കാരുണ്ടായിരുന്നു, ഇന്നിപ്പോൾ മെസ്സി ഉണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ ഡിമരിയയുടെ കാര്യം പറഞ്ഞു. ബ്രസീലാണെന്നുണ്ടെങ്കിൽ താരനിബിഡമാണ് ടീം. ഫ്രാൻസിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് നല്ല താരങ്ങളുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗലിൻ്റെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്കുള്ള തിരി തെളിച്ചൊരു പ്രധാനപ്പെട്ട താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലൂയിസ് ഫിഗോയ്ക്ക് ഉണ്ടായിരുന്നു, യെസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അത്രയും വന്നില്ല. ഡെഫിനറ്റ്ലി
റൊണാൾഡോ ആ ഒരു ലെവൽ മനുഷ്യനാണ്. അയാൾ ഇത്രത്തോളം മത്സരങ്ങൾ കളിക്കുന്നു, 100-ന് മുകളിൽ ഇൻ്റർനാഷണൽ ഗോളുകൾ സ്കോർ ചെയ്യുന്നു. സെൽഫിഷ് ആണെന്നുള്ള പരാതി വരുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് കാണുന്നത്? അത് പ്ലെയർ വൈസ് ആണ്. അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആണ്. നമ്മൾ അതിനോട് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരിക. ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻഫാക്റ്റ് ഇപ്പോൾ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് ഇപ്പം കോൺഫിഡൻസ് ഉള്ളൊരു പ്ലെയറെ നമ്മളൊരു കാരണവശാലും അതിനെ ഒരു മോശമായിട്ട് കാണേണ്ടതില്ല. അപ്പം നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ അറഗൻസ് ആണ് അദ്ദേഹത്തിന് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നത്. അതുപോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അഹങ്കാരിയാണ്. പക്ഷേ ആ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. സോ കോൺഫിഡൻസ്, അറഗൻസ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓക്കെയാണ് ഒരു വലിയ പരിധിവരെ അവരുടെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടി. സെൽഫിഷ് ആവുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭിന്നാഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം കുറച്ചൊക്കെ സെൽഫിഷാണ്. ഇത് ഈ കോൺഫിഡൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവാണ്. ഹാലൻഡ് എങ്ങനെയുണ്ട്? ഹാലൻഡ് എല്ലായ്പ്പോഴും പൊളിയാണ്. അതൊരു ജിന്നാണ് നമ്മൾ പറയുന്ന പോലെ തന്നെ. ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം ബുണ്ടസ് ലീഗയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയം മുതലേ ഹാലൻഡിനെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ ജർമ്മൻ ബുണ്ടസ് ലീഗ എത്ര പേര് സ്ഥിരമായി കാണാറുണ്ടെന്ന് എനിക്കറിയില്ല. ജർമ്മൻ ബുണ്ടസ് ലീഗ ഞാൻ സ്ഥിരമായി കാണുന്ന എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ലീഗുകളിലൊന്നാണ്. ഇപ്പം കമൻറ്റേറ്റേഴ്സിന് ഞാനൊരു കമൻറ്റേറ്ററാണ്. ഇപ്പം ഒരു 250+ ഒരു പ്രൊഫഷണൽ മാച്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു റോൾ മോഡലാക്കി എടുക്കുന്ന സാധാരണ കമൻറ്റേറ്റേഴ്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയുക ഒന്നെങ്കിൽ പീറ്റർ ഡ്യൂറിയുടെ കമൻറ്ററി ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ റേ ഹുഡ്സൻ്റെ കമൻറ്ററി വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് പറയുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കമൻറ്റേറ്റർ ബുണ്ടസ് ലീഗയിൽ നിന്ന് തന്നെയുള്ളൊരു കമൻറ്റേറ്ററായിട്ടുള്ള ഫിൽ ബോണിയാണ്. അപ്പോൾ അത്രയും ഒരു ബന്ധം, ഇൻഫാക്റ്റ് ഒരു സ്നേഹം ബുണ്ടസ് ലീഗയോടുണ്ട്. അപ്പം ബുണ്ടസ് ലീഗിൽ ഹാലൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ, BBBയിൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് തുടങ്ങിയതാണ് ഇൻഫാക്റ്റ് ഞാൻ. സോ വളരെ റെസ്പെക്റ്റാണ് ആ ഒരു പ്ലെയറോട്. ഇപ്പോൾ ഫുട്ബോൾ എന്ന് വെച്ചാൽ കാരണവന്മാരൊക്കെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന എന്താ പറയുക ബ്രസീലിനെയും അല്ലെങ്കിൽ ആ ബ്രസീലിൽ ഇപ്പോൾ നെയ്മർ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള മറഡോണ, പിന്നെ വേറെ എന്താ പറയുക ബെക്കാം, അങ്ങനെ ഒരുപാട് റൂണി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ജെൻസി പിള്ളേ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യണം എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ എന്തോ ഒരു ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ക്രൈസാണെന്ന് തോന്നുന്നു. പിള്ളേരും ഇപ്പോൾ അപ്പന്മാർ ഒന്നിൽ ബ്രസീലോ അല്ലെങ്കിൽ ഈ പറയുന്ന അർജൻറ്റീന മറഡോണ അല്ല അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ റൊണാൾഡോനോട് ഈ പിള്ളേർക്ക് ഇത്ര പ്രിയം വരാനുള്ള കാരണം? ജെൻസി പിള്ളേർക്ക് റൊണാൾഡോ ഒരു മെഷീനാണ്. നേരത്തെ പറയാം, അദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള, അദ്ദേഹം വളരെ കോൺഷ്യസ് ആയിട്ടുള്ള, വളരെ പാഷനേറ്റായ, കമ്മിറ്റഡ് ആയ ഒരു ഫുട്ബോളറാണ്. അദ്ദേഹം ഒന്നും എന്താണ് പറയുക ഇല്ലായ്മയിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മീൻ വിൽപ്പനക്കാരിയായിരുന്നു, സ്വീപ്പർ ജോലി അടക്കം ചെയ്തിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു ലെവലിൽ നിന്ന് അദ്ദേഹം, നമ്മൾ പറയുന്ന ഇപ്പോൾ ബോളാഗോളം സിനിമയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണത്. അത് ബർഗർ വാങ്ങാൻ പൈസ ഇല്ലാത്തവനെ ബില്യണറാക്കിയ കളിയാണ് ഫുട്ബോൾ. അപ്പോൾ ബർഗർ വാങ്ങാൻ പൈസ ഇല്ലാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ബില്യണറായിട്ട് ഇരിക്കുന്നത്, അദ്ദേഹത്തിന് ഇത്രയും പണം ഉണ്ടായത് അദ്ദേഹം ആ ഗെയിമിനോട് കാണിച്ചൊരു എന്താണ് പറയുക സ്നേഹത്തിൻ്റെ, ഒരു പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അദ്ദേഹം കാണിക്കുന്ന നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. അതായത് ആ ഒരു അരഗൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ചോരത്തിളപ്പ്, അപ്പോൾ ഇതൊക്കെ യൂത്തിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരിപ്പം നമ്മളൊരു ശാന്ത സ്വഭാവക്കാരനായ ഒരാളെ നമ്മൾ ഐഡലാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. കുറച്ച് വിപ്ലവാത്മകമായ ആൾക്കാരെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ഐഡൽസ് ആക്കി യുവത്വം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള കുട്ടികളെടുക്കുക. സോ അതുകൊണ്ട് തന്നെ ആവണം എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത്രയും ആരാധകർ കൂടുതൽ. ഓക്കെ, ബർഗർ വാങ്ങാൻ പൈസ ഇല്ലാത്തവനെ ബില്യണറാക്കിയ കളിയായ ബോളാഗോളത്തിൻ്റെ ആക്ടറാണിത്. അദ്ദേഹം അതിലൊരു വളരെയധികം ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. ബോളാഗോളം തിയേറ്ററിൽ പോയി കാണുക അല്ലേ? തീർച്ചയായും. താങ്ക് യു.